ഫിലോസഫി ഫോർ ലിറ്ററേച്ചർ എന്നുള്ള പേപ്പറിൽ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച കുറച്ച് ടേംസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഈ ഒരു ഓഡിയോയ്ക്കകത്ത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നിഹിലിസമാണ്. നിഹിലിസത്തിനെ കുറിച്ചൊക്കെ ഞാൻ എക്സ്ട്രാ ഡീറ്റെയിൽഡ് ആയിട്ടും വീഡിയോ ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ഷോർട്ടായിട്ടും ആ കോൺസെപ്റ്റ് എന്താണെന്നും ഒക്കെ തിയറി വൈസ് പറഞ്ഞു പോയിട്ടുമുണ്ട്. പക്ഷേ നിഹിലിസം ആസ് എന്താ പറയുക ഒരു ടേം ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. നിഹിലിസം ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള നിഹിൽ എന്നുള്ള നത്തിങ് എന്നുള്ള വേർഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നിഹിൽ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിഹിലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ, അല്ലെങ്കിൽ പേർപ്പസ് ഇല്ലാത്തത്. അപ്പോൾ എന്താണ് നിഹിലിസം എന്നുള്ള കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂത്ത്, മൊറാലിറ്റി, നോളജ് അല്ലെങ്കിൽ റിയാലിറ്റിയെ തന്നെ അതിൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് നിഹിലിസം എന്ന് പറയുന്നത്. അത് നമുക്ക് ഏൻഷ്യന്റ് ഗ്രീസിലാണ് ഇതിൻ്റെ ഒരു റൂട്ട്സ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് നോളജിൻ്റെ സെർട്ടനിറ്റിയെക്കുറിച്ച് എത്രമാത്രം ഇത് സത്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് സ്കെപ്റ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്നാണ്. ഈ സ്കെപ്റ്റിസിസം അല്ലെങ്കിൽ ഈ ഒരു ടേമിനകത്ത് നിന്നാണ് നിഹിലിസം എന്നുള്ളൊരു കോൺസെപ്റ്റും വന്നത്. 19th സെഞ്ചുറി യൂറോപ്പിലാണ് ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് മാറിയത്. ഈ 19th സെഞ്ചുറി യൂറോപ്പിൽ എൻലൈറ്റൻമെൻറ്റ് വന്നപ്പോഴത്തേക്കും റിലീജിയസ് അതോറിറ്റിയൊക്കെ കൊളാപ്സായി. അപ്പോൾ ആ സമയത്താണ് നമ്മൾ മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വന്നൊരു കോൺസെപ്റ്റാണ് നിഹിലിസം. അപ്പോൾ ഫെഡറിക് നീച്ചയാണ് ഈ ഒരു നിഹിലിസം എന്നുള്ളൊരു കോൺസെപ്റ്റുമായിട്ട് ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നീച്ചയുടെ ദ വിൽ ടു പവർ എന്നുള്ള വർക്കിനകത്ത് അദ്ദേഹം ഡെത്ത് ഓഫ് ഗോഡ് എന്നിങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ മോഡേൺ വേൾഡിൽ റിലീജിയസ് ഫൗണ്ടേഷൻസിന് അല്ലെങ്കിൽ റിലിജൻ അല്ലെങ്കിൽ ഗോഡിന് യാതൊരുവിധ സ്ഥാനവുമില്ല, അല്ലെങ്കിൽ ആളുകളാരും അതിനൊരു പ്രത്യേക സ്പെഷ്യൽ പ്ലേസ് കൊടുക്കുന്നില്ല. അപ്പം നീച്ചെ ഫിയർഡ് ദാറ്റ് നിഹിലിസം എന്ന് പറയുന്നത് ഈ എന്താ പറയുക പാസിവിറ്റിക്കോ അല്ലെങ്കിൽ ആളുകൾ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുവാണല്ലോ. അപ്പോൾ ഈ നിഹിലിസം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ മാറ്റി നമുക്കൊരു പുതിയ ഒരു വാല്യൂ സിസ്റ്റം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് എല്ലാത്തിനെയും ഡിസ്ട്രോയ് ചെയ്യും എന്നുള്ളൊരു ഇതായി മാറി. ഓക്കെ, അപ്പം അപ്പോൾ പല ടൈപ്പ് ഓഫ് നിഹിലിസം ഉണ്ട്. എക്സിസ്റ്റൻഷ്യൽ നിഹിലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ല, അതാണത്. മോറൽ നിഹിലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോറൽ ട്രൂത്തോ, നമ്മളിപ്പോൾ പറയത്തില്ലേ നമ്മൾ അങ്ങനെ നടക്കണം, നമ്മൾ ഇങ്ങനെ ചെയ്യണം, നമ്മൾ അങ്ങനെ ചെയ്യരുത്, ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ നല്ല സ്വഭാവം വേണം, അതൊക്കെ ഇല്ല. ആ മോറൽ നിഹിലിസം എന്ന് വെച്ചാൽ മോറൽ ട്രൂത്തോ എത്തിക്കൽ വാല്യൂസോ ഒന്നും ആർക്കും വേണ്ട. ഇനി അടുത്ത എപ്പിസ്റ്റമോളജിക്കൽ നിഹിലിസം ഉണ്ട്. നോളജ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇമ്പോസിബിൾ ആണ്. അതാണ് എപ്പിസ്റ്റമോളജിക്കൽ നിഹിലിസം. ഇപ്പോൾ റഷ്യൻ തിങ്കേഴ്സും കുറച്ച്, അതായത് നമ്മുടെ നീച്ചെ മാത്രമല്ല, റഷ്യൻ തിങ്കേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളും കൂടി അവരുടെ ഈ നിഹിലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവരുടെ നോവൽസിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി പറയാനാണെന്നുണ്ടെങ്കിൽ റഷ്യൻ നോവലിസ്റ്റ് ആയിട്ടുള്ള ദസ്തയേവ്സ്കിയുടെ ദ ബ്രദേഴ്സ് കാരമസോവ് എന്നുള്ള നോവലിനകത്ത് ഇഫ് ഗോഡ് ഇസ് ഡെഡ് എവറിത്തിങ് ഇസ് പെർമിറ്റഡ് എന്നൊരു ഡയലോഗൊക്കെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ അത് നിഹിലിസത്തിനെ കാണിക്കുന്നതാണ്. എസ്പെഷ്യലി ഡ്യൂറിങ് വേൾഡ് വാർസിന്റെ സമയത്താണ് ഈ നിഹിലിസം എന്നുള്ള കോൺസെപ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങിയത്. ആൽബർട്ട് ക്യാമു എന്നുള്ള റൈറ്ററിന്റെ നോവലായിട്ടുള്ള ദ സ്ട്രേഞ്ചറിനകത്തും അതിനകത്തെ മെയിൻ ക്യാരക്ടർ പ്രൊട്ടാഗണിസ്റ്റ് ഈ സൊസൈറ്റിയുടെ റൂൾസിലും ഒക്കെ എതിരെ ഇൻഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അതെല്ലാം ഈ നിഹിലിസത്തിനെ കാണിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ മേട്രിക്സ് എന്നുള്ള പടം ഉണ്ടല്ലോ, ദ മേട്രിക്സ്, അതുപോലെ തന്നെ ഫൈറ്റ് ക്ലബ് എന്നുള്ള ഹോളിവുഡ് മൂവിക്കകത്തൊക്കെ ഫിലിംസിനകത്തും ഒക്കെ ഈ ഒരു നിഹിലിസം എന്നുള്ള കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. പൊളിറ്റിക്സിൽ നിഹിലിസം ഡേഞ്ചറസ് ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്, വാല്യൂസിനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിഹിലിസം. പക്ഷെ അത് പുതിയ കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നതും ഇല്ല, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്ത് നശിപ്പിക്കുകയാണ്, അല്ലാതെ അതിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്യുന്നൊരു സിസ്റ്റം അത് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിഹിലിസം എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. ചിലർ നിഹിലിസത്തിനെ ലിബറേറ്റിംഗ് ആയിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസിനെ ഈ ഓൾറെഡി ഉള്ള സിസ്റ്റത്തിൽ നിന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നിഹിലിസം എന്ന് പറയുന്നുണ്ട്. ചിലർ അതിനെ ക്രൈസിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നീച്ചയുടെ ആൻസർ ടു നിഹിലിസം ആണ് ഊബർ മെൻഷൻ എന്ന് പറയുന്നത്. അതായത് വൺ ഹൂ ക്രിയേറ്റ്സ് ഹിസ് ഓൺ വാല്യൂസ്. ഓക്കെ, അതായത് നിഹിലിസം എന്നുള്ള കോൺസെപ്റ്റിനെ ഓപ്പോസിറ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ് ഊബർ മെൻഷൻ എന്നുള്ളൊരു ടേം. നീച്ചെ തന്നെ കൊണ്ടുവന്നതാണ്. ഒരാൾ അയാളുടെ വാല്യൂസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഊബർ മെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഹൈഡ്ഗറിന്റെയും സത്രയുടെയും ഒക്കെ വർക്ക്സിനകത്തും അല്ല, അല്ലെങ്കിൽ ഫിലോസഫിക്കകത്തും അല്ല നിഹിലിസം വരുന്നുണ്ട്. നിഹിലിസത്തിനെ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട് ഇവർ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പം നിഹിലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എക്സിസ്റ്റൻസിനെ കുറിച്ചും നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചും ഒക്കെ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിഹിലിസം എന്ന് പറയുന്നത്. അതിപ്പോഴത്തെ ഡിജിറ്റൽ ഏജിലും ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഐഡിയലിസം ആണ്. അതൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു ഒരു ഡോക്ട്രിനാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റിയാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫണ്ടമെന്റലി മെന്റൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ആണ്. അത് ഐഡിയലിസത്തിന്റെ ഓപ്പോസിറ്റ് ആണ് മെറ്റീരിയലിസം എന്ന് പറയുന്നത്. റിയാലിറ്റി എന്ന് പറയുന്നത്, മെറ്റീരിയലിസം എന്താണ്, റിയാലിറ്റി എന്ന് വെച്ചാൽ ഫിസിക്കൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് മെറ്റീരിയലിസം. പക്ഷെ ഐഡിയലിസം എന്ന് വെച്ചാൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെന്റൽ ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഇമോഷണൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞു നടക്കുന്നതാണ് ഐഡിയലിസം. അതായത് എക്സ്റ്റേണൽ വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഐദർ ഡിപ്പെൻഡന്റ് ഓൺ ദ മൈൻഡ്, അല്ലെങ്കിൽ മൈൻഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വേൾഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഐഡിയലിസത്തിന്റെ റൂട്ട്സ് എന്ന് വെച്ചാൽ പ്ലേറ്റോ ആണ് കൊണ്ടുവന്നത്. പ്ലേറ്റോ ബിലീവ് ചെയ്തിരുന്നത് ഫോംസ് അല്ലെങ്കിൽ ഐഡിയാസ് ആണ് റിയാലിറ്റിയെക്കാട്ടിലും ബിയോണ്ട് ആയിട്ട് നിൽക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം. ആൻഡ് ഹി ഓൾസോ ആർഗ്യൂഡ് ദാറ്റ് മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എന്താ പറയുക ഷാഡോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആൻഡ് ഓൾസോ ജോർജ് ബെർക്ലി എന്ന് പറഞ്ഞ 18th സെഞ്ചുറി ഐറിഷ് ഫിലോസഫറും ഈ ഐഡിയലിസത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അദ്ദേഹം ആർഗ്യൂ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കി പെർസീവ് ചെയ്തെടുക്കുന്നു, അതുകൊണ്ടാണ് ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പം ഗോഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, അൾട്ടിമേറ്റ് പെർസീവർ ആണെന്നാണ് പറയുന്നത്. ഇമാനുവൽ കാന്തം ഈ ഐഡിയലിസം എന്നുള്ള കോൺസെപ്റ്റിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ട്രാൻസെൻഡന്റൽ ഐഡിയലിസം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കാര്യം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതും പഠിക്കുന്നുണ്ട് ഇതിനകത്ത്. അതായത് മൈൻഡ് എന്ന് പറയുന്നതാണ് എക്സ്പീരിയൻസിനെ ഷേപ്പ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പിന്നെ കുറച്ച് ജർമ്മൻ ഫിലോസഫേഴ്സും എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹെഗലും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹെഗലിയൻ ഐഡിയലിസം ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി ഇതിനെക്കുറിച്ച്. അപ്പം ഐഡിയലിസം എന്ന് പറയുന്നത് എന്താണ്, മൈൻഡാണ് എല്ലാ കാര്യങ്ങളും കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്, മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാ കാര്യങ്ങളും. അതാണ് ഐഡിയലിസം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ ഐഡിയലിസം അദ്വൈത വേദാന്തയ്ക്കകത്ത് ഉണ്ട്. അതായത് ബ്രഹ്മനാണ് ഉള്ള റിയാലിറ്റി, വേൾഡ് ബാക്കി എല്ലാ വേൾഡും മായയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് അല്ലെങ്കിൽ സ്പിരിറ്റ് ആണ് എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്നാണ് ഐഡിയലിസം പറയുന്നത്. അപ്പോൾ ഇതാണ് ഐഡിയലിസം എന്നുള്ള കോൺസെപ്റ്റ്. അടുത്തത് പാൻതീസം ആണ്. പാൻതീസം എന്ന് വെച്ചാൽ ഒരു ബിലീഫാണ്. അതായത് ഗോഡ് ആൻഡ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണെന്നും എവറിത്തിങ് കളക്റ്റീവ്ലി ഈസ് ഡിവൈൻ, എല്ലാം ഡിവൈൻ ആണ്. അതാണ് പാൻതീസം. അപ്പോൾ ഈ പേഴ്സണൽ ഗോഡ്, സെപ്പറേറ്റ് ഗോഡ് അങ്ങനെയൊന്നും ഇല്ല. എല്ലാത്തിലും എന്തുണ്ട്, ഡിവിനിറ്റി ഉണ്ട്. ആ ഒരു യൂണിറ്റി നമ്മൾ എല്ലാ എക്സിസ്റ്റൻസിലും നമുക്ക് കാണാൻ സാധിക്കും. സ്പിനോസയാണ് ആ പാൻതീസത്തിന്റെ ആൾ. ഒരു ഡച്ച് ഫിലോസഫറാണ് സ്പിനോസ. അദ്ദേഹത്തിന്റെ വർക്ക് ആയിട്ടുള്ള എത്തിക്സിനകത്താണ് സ്പിനോസ ഗോഡിനെ നേച്ചറുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അതായത് നേച്ചറിനകത്തുണ്ട്, നമ്മൾ എല്ലാവരിലും എന്തുണ്ടെന്നാണ് പറയുന്നത്, ഗോഡുണ്ട്. ആ ഒരു ഐഡിയയാണ് പാൻതീസം എന്ന് പറയുന്നത്. അല്ലാതെ ഗോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സെപ്പറേറ്റ് ഐഡന്റിറ്റി, ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു സ്പേസ് അല്ല, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് അല്ല ഗോഡ് എന്ന് പറയുന്നത്. എല്ലാവരിലും ഗോഡുണ്ട്. ഓക്കെ, ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ക്രിയേറ്റർ ഔട്ട്സൈഡ് ദ വേൾഡ്, പക്ഷേ നമ്മുടെ നേച്ചറിലുള്ള ഇൻഫിനിറ്റ് സബ്സ്റ്റൻസിനെയാണ് ഗോഡ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാൻതീസം ഡുവലിസം എന്നുള്ളൊരു കാര്യത്തിന് റിജക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ഒന്നാണ്, ഒന്നും സെപ്പറേറ്റഡ് അല്ല. അപ്പോൾ ഈ സ്പിരിറ്റും മാറ്ററും തമ്മിലുള്ള സെപ്പറേഷനൊക്കെ ഇതിനെതിരാണ്. അതായത് പാൻതീസം റിജക്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും എന്താണ്, ഫ്രം റോക്ക് അല്ലെങ്കിൽ സ്റ്റാർസ് ടു ഹ്യൂമൻസ് എല്ലാത്തിലും ഡിവൈൻ ഉണ്ടെന്നാണ്, ഡിവിനിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഈസ്റ്റേൺ ഫിലോസഫിയിൽ നമ്മുടെ ഹിന്ദുസിന് ഉപനിഷത്തിനകത്തൊക്കെ ഇതിനകത്ത് ഈ ഒരു ഇത് പറയുന്നുണ്ട്, എല്ലാത്തിനകത്തും ഗോഡുണ്ട്. റൊമാൻറ്റിക് പോയിറ്റ്സ് ആയിട്ടുള്ള വേർഡ്സ്വർത്തും എമേഴ്സണും എല്ലാം ഈ ഒരു കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്തവരാണ്. അപ്പോൾ ഇതാണ് പാൻതീസം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസെൻഡന്റൽ ഐഡിയലിസം ആണ്. അത് ഇമാനുവൽ കാന്തിൻ്റെയാണ്. ട്രാൻസെൻഡന്റൽ ഐഡിയലിസം എന്ന് പറഞ്ഞൊരു ഫിലോസഫിക്കൽ ഫ്രെയിംവർക്കാണ്. ഇമാനുവൽ കാന്ത് 18th സെഞ്ചുറിയിലാണ് അത് ഡെവലപ്പ് ചെയ്തത്. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഓൺലി നോ തിങ്സ് ആസ് ദേ അപ്പിയർ ടു അസ്, നോട്ട് ആസ് ദേ ആർ ഇൻ ദംസെൽസ്. എങ്ങനെയാണോ നമുക്ക് മുമ്പിൽ ഓരോ കാര്യങ്ങൾ അപ്പിയർ ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. ഫിനോമിന വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. ഇനി ഹി ഓൾസോ ബിലീവ് ദാറ്റ് മൈൻഡാണ് എന്ത് ചെയ്യുന്നത്, ഈ വേൾഡിന്റെ എക്സ്പീരിയൻസിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. സ്പേസും ടൈം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അല്ലെന്നും അതെല്ലാം ഹ്യൂമൻ ഇൻറ്റ്യൂഷന്റെ ഭാഗമാണെന്നും മൈൻഡിന്റെ കൺസ്ട്രക്ഷൻസ് ആണെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ട്രാൻസെൻഡന്റൽ ഐഡിയലിസം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഐഡിയൽ എന്ന് പറയുന്നത് വെച്ചാൽ മൈൻഡാണ് ഇതെല്ലാം റിയാലിറ്റിയും എല്ലാം ഷേപ്പ് ആക്കി എടുക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന മൈൻഡ് ആയതുകൊണ്ടാണ് അതിനെയാണ് ട്രാൻസെൻഡന്റൽ ഐഡിയലിസം എന്ന് വിളിക്കുന്നത്. ഇതാണ് ഈ ഒരു ട്രാൻസെൻഡന്റൽ ഐഡിയലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ലിബിഡോ എന്നുള്ളതാണ്. ലിബിഡോ എന്ന് വെച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടേമാണ്. അതായത് നമ്മുടെ ബയോളജിക്കൽ ഡ്രൈവ്, എസ്പെഷ്യലി സെക്സ് ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കിക് എനർജിയുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്രോയിഡ് ലിബിഡോ യൂസ് ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ മോട്ടിവേഷൻ, ബിഹേവിയർ, സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അത് അൺകോൺഷ്യസ് പാർട്ട് ഓഫ് ദ സൈക്ക് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മുടെ പ്ലഷർ വരുന്നത്. അപ്പോൾ അതുമായിട്ടാണ് ലിബിഡോ കണക്റ്റഡ് ആയിട്ടുള്ളത്. ലിബിഡോ ആണ് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലെ ഏറ്റവും സെന്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ, പിന്നെ ഈ ഒരു സ്റ്റേജിൽ ഇംബാലൻസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിക്സേഷൻ, ഒബ്സഷൻ പോലെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ലേറ്റർ ഇൻ ലൈഫ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ലിബിഡോ എന്ന് വെച്ചാൽ ഓൺലി സെക്ഷൽ ഡ്രൈവ് മാത്രമല്ല, ലൈഫ് എനർജിയൊക്കെ നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാൾ യൂങ് എന്ന് പറഞ്ഞ ഒരു, അതായത് നമ്മുടെ ഒരു എന്താ പറയുക ഫിലോസഫർ, അദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടേമിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ എനർജി, സൈക്കിക് എനർജിയാണ് ലിബിഡോ എന്ന് പറയുന്നത്, അല്ലാതെ ജസ്റ്റ് സെക്ഷൽ എനർജി മാത്രമല്ല. അപ്പോൾ സൈക്കോ അനാലിസിസിൽ ലിബിഡോ എന്ന് പറയുന്നത് എന്താണെങ്കിൽ ലിബിഡോയെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ അതിന് എന്താണ്, അതൊരു ന്യൂറോസിസ് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസത്തിലോട്ട് അത് റിസൾട്ട് ചെയ്യും.
ഓക്കെ. അപ്പോൾ സബ്ലിമേഷൻ എന്നുള്ള പ്രോസസ്സ് വഴി നമുക്ക് ലിബിഡോയെ ചാനൽ ചെയ്ത് സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ടിവിറ്റീസ് ആയിട്ട് ആർട്ട് അല്ലെങ്കിൽ സയൻസിലോട്ടൊക്കെ നമുക്ക് ആക്കി വെക്കാം. അതായത് നമ്മുടെ സൈക്കിക് എനർജിയെ നമ്മൾ വേറൊരു രീതിയിലോട്ട് ചാനൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഫീൽഡിലെ ഏരിയാസിലൊക്കെ നമുക്ക് കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കും. പിന്നെ മോഡേൺ സൈക്കോളജി ലിബിഡോയെ ഹോർമോണൽ ലെവലുമായിട്ട്, അതായത് ടെസ്റ്റോസ്റ്റിറോണുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഫ്രോയിഡിന്റെ ഈ ഒരു തോട്ടൊന്നും അവരെടുക്കുന്നില്ല. സ്ത്രീകളിൽ ലിബിഡോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ ഹോർമോൺസ്. ലിബിഡോ എന്ന് വെച്ചൊരു ഡൈനാമിക് ഫോഴ്സ് ആണ്, അത് ഫിക്സ്ഡ് അല്ല, അതിനെ നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി എ സിംറ്റം. ലിബിഡോ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഡിപ്രഷനിലോട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ ഇൽനെസ്സിലോട്ടോ നമുക്കത് പോകാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ലിബിഡോയെ നമുക്ക് കൾച്ചറലി സോഷ്യലി ഒക്കെ ഷേപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ലിബിഡോ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. അടുത്ത ജെൻഡർ തിയറിയാണ് സൈമൺ ഡി ബിവേറിന്റെ. അവരൊരു ഫ്രഞ്ച് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ആണ്, ഒരു ഫെമിനിസ്റ്റ് ഫിലോസഫറാണ്. അവരുടെ സെമിനൽ വർക്കാണ് ദ സെക്കൻഡ് സെക്സ്. 1949 അത് പബ്ലിഷ് ചെയ്തത്. ഈ ഒരു വർക്കിനകത്ത് അവർ ഫേമസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഒരു സെന്റൻസ് ഉണ്ട്, വൺ ഇസ് നോട്ട് ബോൺ ബട്ട് റാദർ വൺ ബിക്കംസ് എ വുമൺ. അതായത് ജെൻഡർ എന്ന് പറയുന്നത് ബയോളജിക്കൽ അല്ല, അതിനെ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതാണ് പല റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് സ്ത്രീയായിട്ടല്ല അങ്ങ് ജനിച്ചു പോകുന്നതെന്ന് വെച്ചാൽ അത് ജനിക്കുമ്പോൾ തന്നെ അതിന് പൊട്ടും വളയും പാവാടയും അല്ലെങ്കിൽ എന്താണ് കരി എഴുതണമെന്നും കൺവശ എഴുതണമെന്നും പാവകൾ വെച്ച് വേണം കളിക്കാനെന്നും ഒക്കെ അങ്ങനെയാണോ അത് ജനിക്കുന്നത്? അല്ല. ജനിച്ച് വീണ് കുറച്ച് കഴിയുമ്പോൾ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് റീഇൻഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കണ്ടീഷൻ ചെയ്തെടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി മാറ്റുന്നതാണ്. അതാണ് ഇതിനകത്ത് അവർ പറഞ്ഞ ജെൻഡർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം, ജെൻഡർ എന്ന് പറയുന്നത് ബയോളജിക്കൽ അല്ല, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ല നമ്മുടെ ജെൻഡറിനെ ഡിസൈഡ് ചെയ്യുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതുപോലെ തന്നെ സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ് ഇവർ പറയുന്നുണ്ട്. സെക്സ് എന്ന് വെച്ചാൽ ബയോളജിക്കലാണ്. ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന റോളിനെയാണ് നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത്. സൊസൈറ്റിയാണ് വിമനും മെന്നിനും ഓരോ റോൾസും ബിഹേവിയേഴ്സും കൊടുത്തേക്കുന്നത്, അല്ലേ? സൊസൈറ്റിയാണ് വിമനെ അതറായിട്ട് കാണാൻ പഠിപ്പിച്ചിരിക്കുന്നത്, അതായത് മാർജിനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പേട്രിയാർക്കൽ സൊസൈറ്റിയാണ് സ്ത്രീകളെ വേലിനേറ്റ് ചെയ്ത് അവർക്കൊരു ഫ്രീഡവും സബ്ജക്ടിവിറ്റിയും കൊടുക്കാതെ മാറ്റി വെച്ചേക്കുന്നത്. ആൻഡ് ഓൾസോ ഷി ആർഗ്യൂസ് ദാറ്റ് വിമൻ എന്ന് പറയുന്നത് പാസീവ് ആക്കി മാറ്റി വെച്ചേക്കുവാണ് റിലീജിയനും കൾച്ചറിന്റെ എഡ്യൂക്കേഷന്റെ ഹെൽപ്പോടുകൂടി. അവരുടെ വർക്ക് എന്ന് പറയുന്നത് ഈ പേട്രിയാർക്കൽ കോൺസെപ്റ്റിനെ എല്ലാം ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണ് ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത്. ഇവിടെ ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളെയാണ്. ഫസ്റ്റ് സെക്സ് എന്ന് പറയുന്നത് ആണുങ്ങളും സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് സ്ത്രീകളെയാണ് ഇവരിവിടെ പറയുന്നത്. മദർഹുഡിലൂടെയും മാരേജിലൂടെയും ബ്യൂട്ടിയിലൂടെയൊക്കെ എങ്ങനെ സ്ത്രീകളെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം പിങ്ക് എന്ന് പറഞ്ഞത് തന്നെ, പിങ്ക് ഷർട്ടിലാണ് ഇട്ടുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ പറയാം അയ്യോ ഇത് പെണ്ണുങ്ങളുടെ കളറാണല്ലോ എന്ന്. അപ്പം കളറിനെ പോലും നമ്മൾ എന്ത് ചെയ്ത് വെച്ചേക്കുവാണ്, ജെൻഡറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ? അപ്പം ഇതാണ് ഇവരുടെ ഈ ഒരു വർക്കിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജൂഡിത്ത് ബട്ട്ലറിന്റെ ജെൻഡർ ട്രബിൾ എന്നുള്ള വർക്കിനകത്തും അവരും പറയുന്നുണ്ട് ജെൻഡർ എന്ന് പറയുന്നത് വെറും ഒരു പെർഫോമൻസ് മാത്രമാണ്, അത് നമ്മളെ പഠിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, അത് നമ്മൾ പെർഫോം ചെയ്തങ്ങ് ജീവിക്കുന്നു. അത് തന്നെയാണ് സൈമൺ ഡി ബിവറും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്തത് മാർക്സിന്റെ ഐഡിയ ഓഫ് സോഷ്യൽ ക്ലാസ് ആണ്. കാൾ മാർക്സ് ഒരു തിയറി ഓഫ് സോഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് സ്ട്രഗിൾ കൊണ്ടുവന്നിട്ടുണ്ട്. മാർക്സിസ്റ്റ് തിയറിയിൽ സൊസൈറ്റിയെ രണ്ട് മെയിൻ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബൂർഷോസും പ്രോലെറ്ററേറ്റും, അതായത് വർക്കിംഗ് ക്ലാസും. ബൂർഷോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവരാണ് പ്രൊഡക്ഷനും ഫാക്ടറീസും ലാൻഡും ക്യാപിറ്റലും എല്ലാം ഓൺ ചെയ്യുന്നവർ. പ്രോലെറ്റേറിയറ്റ് എന്ന് വെച്ചാൽ വേജ് ലേബറേഴ്സ്, അവരവരുടെ ലേബർ സെല്ല് ചെയ്ത് സർവൈവലിന് വേണ്ടി ജീവിക്കുന്നു. മാർക്സ് ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ക്യാപിറ്റലിസം, ഇതിനെ എന്താണ്, ഇത് എക്സ്പ്ലോയിറ്റേറ്റീവ് ആണെന്നും നമുക്ക്, അതായത് ഈ എന്താ പറയുക, ബൂർഷോസിന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ അത് ഇവരുടെ അൺപെയ്ഡ് ലേബറിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഈ വർക്കേഴ്സിൻ്റെ. പക്ഷെ അതിനുള്ള പ്രോഫിറ്റ് ഇവർക്ക് അതിന് കിട്ടുന്നില്ല. അപ്പോൾ ഈ ക്ലാസ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഈ ബൂർഷോസും പ്രോലെറ്റേറിയറ്റും തമ്മിലുള്ള ക്ലാസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇച്ചിരി കോൺഫ്ലിക്റ്റഡ് ആണ്. ഓക്കെ. അതെപ്പോഴും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാണ്, ബൂർഷോസിക്കാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. പിന്നെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റിച്ച് പുവർ എന്നുള്ളത് മാത്രമല്ല, ഒരു ഗ്രൂപ്പിന് പ്രൊഡക്ഷനുമായിട്ട്, ഒരു സാധനത്തിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് എന്ത് റിലേഷനാണ് ഉള്ളത്, അവരുടെ പങ്ക് എന്താണ്, അതാണ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. റൂളിംഗ് ക്ലാസ് ആണ് എക്കോണമി എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്, പൊളിറ്റിക്സ്, ലോ, കൾച്ചർ, ഇതിനെല്ലാം അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. ക്ലാസ് കോൺഷ്യസ്നെസ് വർക്കേഴ്സിൻ്റെ ഇടയിൽ വരണം, അല്ലെങ്കിൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ബോധം അവരുടെ ഇടയിൽ ഉണ്ടാവണം. അപ്പോൾ മാർക്സ് പ്രെഡിക്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ബോധം ഉണ്ടാകുമ്പോൾ അവർ റെവല്യൂഷൻ ഇറങ്ങിത്തിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാർക്സിൻ്റെ ഐഡിയ ഓഫ് സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫിനോമിനോളജിയാണ്. അപ്പോൾ ഫിനോമിനോളജി എന്ന് പറഞ്ഞൊരു ഫിലോസഫിക്കൽ മൂവ്മെൻ്റ് ആണ്. നമ്മുടെ
എക്സ്പീരിയൻസിനെയും കോൺഷ്യസ്നെസ്സിൻ്റെയും അതിൻ്റെ സ്ട്രക്ചറിനെയൊക്കെ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഫിനോമിനോളജി. എഡ്മണ്ട് ഹസൽ ആണ് ഏർലി 20th സെഞ്ചുറിയിൽ ഇത് കൊണ്ടുവന്നത്. അതായത് എങ്ങനെയാണ് ഹ്യൂമൻ കോൺഷ്യസിൽ ഓരോ കാര്യങ്ങൾ അപ്പിയർ ചെയ്യുന്നത്, അതാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മൈൻഡ് ഓരോ കാര്യങ്ങൾ പെർസീവ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുകയാണ്, വേൾഡിനെ ആണെങ്കിലും എക്സ്റ്റേണൽ വേൾഡിനെ ആണെങ്കിലും അങ്ങനെയൊക്കെ നമ്മളാണ് ഓരോ കാര്യങ്ങൾ ജഡ്ജ് ചെയ്ത് അതിന് മീനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേ കാര്യം തന്നെയാണ് ഫിനോമിനോളജിക്കകത്ത് ഉള്ളത്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ തന്നെയാണ് ഫിനോമിനോളജിക്കകത്ത് കൂടുതലും പറഞ്ഞു പോയേക്കുന്നത്. അതിനകത്ത് വലിയൊരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും വേണ്ട, മറ്റേ മൈൻഡാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പെർസീവ് ചെയ്ത് എടുക്കുന്നത്. ഈ ഒരു കാര്യമാണ് ഫിനോമിനോളജിക്കകത്ത് പറഞ്ഞു പോയേക്കുന്നത്. നമ്മുടെ പെർസെപ്ഷനും തോട്ടും മെമ്മറി ഇമാജിനേഷൻ ഇതെല്ലാം എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ അപ്പിയർ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കി എടുക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കാൾ മാർക്സിനെ കുറിച്ച് ചോദിക്കുക. അദ്ദേഹം ഒരു ജർമ്മൻ ഫിലോസഫറാണ്, എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം ഫെഡറിക് ഏംഗൽസിന്റെ കൂടെ എഴുതിയ ഒരു വർക്കാണ് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848. മേജർ വർക്ക് കാൾ മാർക്സിന്റെ എന്ന് പറഞ്ഞ ദാസ് ക്യാപിറ്റൽ ആണ്. അത് ക്യാപിറ്റലിസത്തിനെയും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ളൊരു ബുക്കാണ്. ഓക്കെ, പിന്നെ ഈ ഒരു വർക്കിനകത്ത് അദ്ദേഹം നമ്മുടെ ക്ലാസ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചൊക്കെ ഇത് പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ബൂർഷ്വാസിയും പ്രോലിറ്റേറിയറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു പോകാം. പിന്നെ ഹിസ്റ്ററി ഇദ്ദേഹം ഡിവൈഡ് ചെയ്യുന്ന സ്റ്റേജസ് ആയിട്ടാണ്. ആദ്യം പ്രിമിറ്റീവ് കമ്മ്യൂണിസം, പിന്നെ സ്ലേവറി, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, അവസാനമാണ് കമ്മ്യൂണിസം വന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ വേജ് ലേബർ എന്ന് പറയുന്നതാണ് എക്സ്പ്ലോയിറ്റേഷന് കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. പ്രോഫിറ്റ് കിട്ടുന്ന എല്ലാം ക്യാപിറ്റലിസ്റ്റ് എടുത്ത് പോവുകയാണ്. പിന്നെ ആളുകളുടെ മൈൻഡിൽ ഒരു ക്ലാസ് കോൺഷ്യസ്നെസ് ഈ വേജ് ലേബറേഴ്സിന്റെ മൈൻഡിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അത് റവല്യൂഷനിലോട്ട് പോകുന്നതും ക്ലാസിന്റെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ മാറുന്നതും. ഓക്കെ, റിലിജൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് ആസ് ദി ഓപ്പിയം ഓഫ് ദ പീപ്പിൾ എന്ന് ഇദ്ദേഹമാണ് പറഞ്ഞത്. നെക്സ്റ്റ് വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെക്കാട്ടെയാണ്. ഡെക്കാട്ടെ ഒരു ഫ്രഞ്ച് ഫിലോസഫറും മാത്തമാറ്റീഷ്യനും സയന്റിസ്റ്റുമാണ്, ഫാദർ ഓഫ് മോഡേൺ ഫിലോസഫി. അദ്ദേഹത്തിന്റെ ഫേമസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്നുള്ളത്. പിന്നെ എല്ലാ ബിലീഫ്സിനെയും ക്വസ്റ്റ്യൻ ചെയ്യണം, എല്ലാത്തിനെയും നമ്മൾ ഡൗട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞത് ഡെക്കാട്ടെയാണ്. നോളജ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ഒരു റാഷണലിസ്റ്റ് ആയിരുന്നു, റീസണിൽ മാത്രം ബിലീവ് ചെയ്യുന്ന ആളാണ്, അല്ലാതെ സെൻസസിലോ ഇമോഷൻസിലോ ഒന്നും ഇയാൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഡുവലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡെക്കാട്ടെയാണ് ഡെവലപ്പ് ചെയ്തത്. അതായത് മൈൻഡും ബോഡിയും തമ്മിലുള്ള ആ ഒരു ഡിവിഷൻ, മൈൻഡ് ബോഡി ഡുവലിസം ആണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ മൈൻഡ് എന്ന് വെച്ചാൽ നോൺ മെറ്റീരിയൽ ആണ്, ബോഡി എന്ന് വെച്ചാൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. നെക്സ്റ്റ് വരുന്ന പ്ലേറ്റോ ആണ്, ഗ്രീക്ക് ഫിലോസഫർ ആണ്, സ്റ്റുഡന്റ് ഓഫ് സോക്രട്ടിസ് ആണ്, ടീച്ചർ ഓഫ് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹമാണ് അക്കാഡമി എന്നുള്ളൊരു കാര്യം കണ്ടുപിടിച്ചത്. അതൊരു ഫസ്റ്റ് ഫിലോസഫിക്കൽ സ്കൂളാണ് അക്കാഡമി എന്ന് പറയുന്നത് ഏതൻസിൽ. പ്ലേറ്റോയുടെ ഫിലോസഫി റിവോൾവ് ചെയ്യുന്നത് തിയറി ഓഫ് ഫോംസ് ആണ്, അതായത് തിയറി ഓഫ് ഐഡിയാസിൽ. അക്കോർഡിംഗ് ടു ഫിസിക്കൽ വേൾഡ് എന്ന് വെച്ചാൽ വെറും ഒരു ഷാഡോ മാത്രമാണ്. അതായത് എല്ലാ ബ്യൂട്ടിഫുൾ തിങ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലുമൊക്കെ ഒരു ഷാഡോ ആയിട്ട് മാറും, അല്ലെങ്കിൽ ഷാഡോ മാത്രമാണ്. സെൻസിബിൾ വേൾഡും ഇൻ്റലിജിബിൾ വേൾഡും തമ്മിൽ ഇദ്ദേഹം ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹവും ബിലീവ് ചെയ്തിരുന്നത് റാഷണലിസത്തിലാണ് അല്ലെങ്കിൽ ട്രൂ നോളജിലാണ്. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ദ റിപ്പബ്ലിക്. പിന്നെന്താണ് അദ്ദേഹം അതിനകത്ത് പ്ലേറ്റോയുടെ ഐഡിയൽ സൊസൈറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. റൂളേഴ്സ്, സോൾജിയേഴ്സ്, വർക്കേഴ്സ്, ഇതാണ് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം സോളിൻ്റെ ഇമ്മോർട്ടാലിറ്റിയിൽ ബിലീവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്ലേറ്റോ ഓൾസോ റിജക്റ്റഡ് ഡെമോക്രസി. പിന്നെന്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലേറ്റോയുടെ ഇതിനകത്ത് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്. പിന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ തിയറീസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് പറയുന്നുണ്ട്. അടുത്തത് സോക്രട്ടിസ് ആണ്, ഒരു ക്ലാസിക്കൽ ഗ്രീക്ക് ഫിലോസഫറാണ്, പ്ലേറ്റോയുടെ മെന്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ഒന്നും നമുക്ക് കൂടുതൽ കിട്ടാനില്ല. പ്ലേറ്റോയുടെ ഡയലോഗ്സിലൂടെ മാത്രമാണ് സോക്രട്ടീസിനെ കുറിച്ച് നമുക്ക് ഐഡിയാസ് കിട്ടിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഫേമസ് മെത്തേഡാണ് സോക്രട്ടിക് മെത്തേഡ്, അതായത് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അതാണ് ഇദ്ദേഹത്തിന്റെ മെത്തേഡ്. ക്രിട്ടിക്കൽ തിങ്കിങ് ഫോസ്റ്റർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു മെത്തേഡ് പറയുന്നത്. ഓക്കെ, ഐ നോ ദാറ്റ് ഐ നോ നത്തിങ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ഓൾസോ ഹി ബിലീവ്ഡ് ദാറ്റ് നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും എക്സാമിൻ ചെയ്ത് ഡൗട്ട്ഫുൾ ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വർത്ത് ലിവിങ് അല്ല എന്നാണ് ഇദ്ദേഹം ബിലീവ് ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഹൗ ടു ലിവ് എ ഗുഡ് ലൈഫ് എന്നുള്ളതായിരുന്നു. ആൻഡ് ഹി വാസ് ഓൾസോ വെരി സ്കെപ്റ്റിക്കൽ ആയിരുന്നു, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. ഇന്നർ വോയിസിലാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൂടുതലും കൊടുത്തിരുന്നത്. ഓക്കെ, അടുത്തത് കോമഡി ഓഫ് മെനസ് ആണ്. കോമഡി ഓഫ് മെനസ് എന്ന് പറയുമ്പോൾ ഇതൊരു തിയേറ്ററിക്കൽ ജാണറാണ്. ഹ്യൂമർ പ്ലസ് ഫിയർ, ടെൻഷൻ, ത്രെറ്റ്, ഇതാണ് കോമഡി ഓഫ് മെനസ്. അത് ഹരോൾഡ് പിന്റർ ആണ് കൊണ്ടുവന്നത്. ഹരോൾഡ് പിന്ററിന്റെ ഏർലി പ്ലേസിനെ പറയാൻ വേണ്ടി ഇർവിൻ വാർഡിൽ എന്ന് പറഞ്ഞൊരു ക്രിട്ടിക്കാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ജോണർ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർഡിനറി സെറ്റിംഗ്സ് ആയിരിക്കും, പക്ഷേ കുറച്ച് ഡിസ്റ്റർബൻസ്, അബ്സർഡിറ്റി ഇതിനകത്ത് കാണും. ക്യാരക്ടേഴ്സ് ഓഫൺ പവർലെസ് ആയിരിക്കും, കൺഫ്യൂസ്ഡ് ആയിരിക്കും എപ്പോഴും. ഒരു ക്ലിയർ എൻഡിങ്ങോ ഒന്നും കാണത്തില്ല. ഓഡിയൻസിനെ അൺസെറ്റിൽഡ് ആയിട്ട് വെച്ചിട്ടായിരിക്കും ഓരോ പ്ലേസ് അല്ലെങ്കിൽ വർക്കുകൾ തീരുന്നത്. കോമഡി ഭയങ്കര ഡാർക്ക് ആൻഡ് അബ്സേർഡ് ആയിരിക്കും, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഹെറോൾഡ് പിന്നറിന്റെ ദ ബർത്ത്ഡേ പാർട്ടി, ദ ഡംപ് വെയിറ്റർ എന്നുള്ള വർക്കൊക്കെ കോമഡി ഓഫ് മെനസിനകത്ത് വരുന്നതാണ്. ബർത്ത്ഡേ പാർട്ടിക്കകത്ത് രണ്ട് സ്ട്രേഞ്ചേഴ്സ് വരുന്നു, രണ്ട് സ്ട്രേഞ്ചേഴ്സ് അപ്പിയർ ചെയ്യുകയാണ് ഒരു പാർട്ടിക്കകത്ത്. അത് ബാക്കിയുള്ളവരുടെ ക്വയറ്റ് ലൈഫിനെ നശിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡയലോഗ്സ് എന്ന് പറയുന്നത് ഓഫൺ റിപ്പീറ്റഡ് ആയിരിക്കും, ഭയങ്കര സൈലൻസ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ കാണും. പിന്നെന്താണ്, ഹ്യൂമർ എന്ന് പറയുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഐറോണിക് ആയിരിക്കും, ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമർ ആയിരിക്കും ഉള്ളത്. സൈക്കോളജിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇതായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്, കോമഡി ഓഫ് മെനസിനകത്ത് വരുന്നത്.